ഹായ് ഹലോ വെൽക്കം ടു മൈ ചാനൽ. നമുക്കിന്നൊരു കൊലുസ് ചെയ്താലോ? അതിനാവശ്യമായ സാധനങ്ങളാണ് ഈ കാണുന്നത്. ഗിയർ വയറ്, സ്ട്രെയിറ്റ് ട്യൂബ്, ഹുക്ക് ആൻഡ് ചെയിന്, നമ്പർ 3 മണി, ഗിയർ ലോക്ക്, പ്രസ്സിംഗ് പ്ലെയറും കട്ടിംഗ് പ്ലെയറും. സ്റ്റാർട്ട് ചെയ്താലോ? ആദ്യമായി ഗിയർ വയർ എടുക്കുക. ഗിയർ വയർ നമുക്ക് ആവശ്യമുള്ള നീളത്തിന് കട്ട് ചെയ്തെടുക്കണേ. കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഗിയർ വയറിലേക്ക് ഗിയർ ലോക്ക് ഇടുക. ഗിയർ ലോക്ക് ഇട്ടതിന് ശേഷം ഹുക്ക് ആൻഡ് ചെയിൻ കണക്ട് ചെയ്യണം. ഹുക്ക് ആൻഡ് ചെയിൻ ഇട്ട് ഗിയർ വയർ ഗിയർ ലോക്കിനകത്തൂടെ ഇട്ട് അത് ലോക്ക് ചെയ്യണം. ഇട്ട് പ്രസ്സിംഗ് പ്ലെയർ കൊണ്ട് നല്ലപോലെ ടൈറ്റ് ചെയ്ത് പ്രസ് ചെയ്ത് വയ്ക്കണം. അപ്പോൾ ആ ഹുക്ക് ലോക്കായി. ഇനി ആ ഗിയർ വയറിൻ്റെ എൻഡ് കാണാതിരിക്കാൻ വേണ്ടി നമുക്കൊരു ഗോൾഡൻ ബീഡ് ഇട്ട് കൊടുക്കണം. ഗോൾഡൻ ബീഡ് ഇട്ടതിന് ശേഷം പിന്നെ ഷുഗർ ബീഡ്സ് ആണ് ആഡ് ചെയ്യേണ്ടത്. ഞാൻ ഫസ്റ്റ് മെറ്റീരിയൽ പറഞ്ഞപ്പോൾ ഷുഗർ ബീഡ്സ് പറയാൻ മറന്നുപോയി. ഇതാണ് ഷുഗർ ബീഡ്. ഇത് നമ്മൾ കരിമണിമാലയൊക്കെ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. ഇതിനിടയ്ക്ക് ഗോൾഡൻ ബീഡ് ഇട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല സൂപ്പർ കരിമണിമാല കിട്ടും. ഇതാണ് ഷുഗർ ബീഡ്. ഇതൊരു ബഞ്ചായിട്ടാണ് നമുക്ക് വാങ്ങാൻ കിട്ടുന്നത്. ഷുഗർ ബീഡ്സിൻ്റെ ഒരു 10 വീതം ആഡ് ചെയ്യുക. ഇത് കോർത്ത് വയ്ക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഗിയർ വയറിൻ്റെ എൻഡൊക്കെ ശരിയല്ലെങ്കിൽ ഉള്ളിൽ പോവില്ല. ഒരു 10 ആഡ് ചെയ്യണം. 10 ആഡ് ചെയ്തതിന് ശേഷം വീണ്ടും ഒരു ഗോൾഡൻ ബീഡ്, ഒരു ട്യൂബ്, ഒരു ഗോൾഡൻ ബീഡ്, പിന്നെയും 10 ഷുഗർ ബീഡ്സ് ആഡ് ചെയ്യണം. പിന്നെ ഗോൾഡൻ ബീഡ്, ട്യൂബ്, ഗോൾഡൻ ബീഡ്. ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ കാലിൻ്റെ അളവ് ഏതാണോ അത്രയും ആഡ് ചെയ്ത് വരണം. കാലിൻ്റെ അളവിനനുസരിച്ച് ആഡ് ചെയ്ത് വരണം. ഞാനിപ്പോൾ എൻ്റെ മോളുടെ അളവിനാണ് ചെയ്യുന്നത്. ഞാനെടുത്ത വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ? ചെയ്ത് നോക്കാറുണ്ടോ? ഈ ഞാൻ ചെയ്യുന്ന ജ്വല്ലറീസൊക്കെ എല്ലാം ഈസി ആയിട്ടുള്ളതല്ലേ ചെയ്യുന്നത്. എല്ലാം ഒന്ന് ചെയ്ത് നോക്കണേ. ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. റൈറ്റ് സൈഡിലുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതായിരിക്കും. എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഞാൻ ഈ ചെയ്യുന്ന ജ്വല്ലറിയൊക്കെ നല്ലതാണോ മോശമാണോ എന്നുള്ളത് നിങ്ങളുടെ കമൻറ്റിലൂടെയല്ലേ മനസ്സിലാക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് നല്ലതാണെങ്കിലും മോശമാണെങ്കിലും എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇത് ആവശ്യത്തിന് കോർത്തെടുത്തതിന് ശേഷം നമ്മൾ സ്റ്റാർട്ട് ചെയ്ത പോലെ തന്നെ ഗിയർ ലോക്ക് ഇട്ട് ഹുക്ക് ആൻഡ് ചെയിനിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് കണക്ട് ചെയ്ത് നല്ലപോലെ പ്രസ് ചെയ്ത് വെക്കണം. കണക്ട് ചെയ്ത് പ്രസ് ചെയ്ത് വെക്കണം. കൊലുസ് റെഡിയായി. അളവിനനുസരിച്ചുള്ള കൊലുസ് റെഡിയായി. ഇനി ഒരെണ്ണം കൂടെ ഉണ്ടാക്കിയെടുക്കാം. ഇതാണ് കൊലുസ്. ഇതുപോലെ തന്നെ നമുക്ക് മാലയും ചെയ്യാം. 2 കൊലുസ് റെഡി ആയിട്ടുണ്ട്. നന്നായിട്ടുണ്ടോ? താങ്ക് യു.